മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ സിലബസ് അനുസരിച്ച് സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്ടിലിറ്റി എന്ന ടോപ്പിക്ക് തുടങ്ങി ക്രോസ് ഇലാസ്റ്റിസിറ്റിയിലാണ് അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൃത്യമായിട്ട് സിലബസ് പ്രകാരമാണ് പോകുന്നതെങ്കിൽ യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കിൽ തുടങ്ങുന്ന മൊഡ്യൂള് അറ്റ് പ്രസൻറ്റ് നമ്മൾ നിൽക്കുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു ടോപ്പിക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരല്പം ഡീവിയേഷൻ സംഭവിച്ചാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടല്ല. നോക്കൂ, യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് ഡിമാൻഡ് പഠിക്കേണ്ടത്. ഓക്കെ, കാര്യം ഒരു പ്രോഡക്റ്റ് നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലിറ്റി തരുന്നെങ്കിലേ നമ്മൾ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ യൂട്ടിലിറ്റിയും ഡിമാൻഡും തമ്മിൽ കറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെടുത്തി ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടം വരെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് എ എന്ന് വിളിക്കാം. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് എ എന്ന് വിളിച്ചോ. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് ബി ആണ്. അതായത് വേറൊരു ടോപ്പിക്ക് പോലെയാണ്. ഇതുമായിട്ട് ബന്ധമുണ്ട്, ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഡിമാൻഡ് ഷെഡ്യൂള്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന പോലെ ഒരു ഫ്ലോയിൽ പോകത്തില്ല, വേറൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. സോ ഡിമാൻഡ് എന്താണെന്ന് ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല. ഡിമാൻഡ് എന്താണെന്ന് ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വേർഡ് ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ഈ ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റ് ചെയ്യുക എന്നാൽ എന്താണ്, അതും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്ലാനിങ് എന്ന വാക്കും ഫോർകാസ്റ്റിംഗ് എന്ന വാക്കും ഒരുപോലല്ല. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുക എന്നല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ, പണ്ട് തൊട്ടേ നമ്മൾ ഈ പറയാറുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾ ഈ കാലാവസ്ഥ, അതായത് വെതറൊക്കെ ഉണ്ടല്ലോ, കാലാവസ്ഥ, വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്, കാലാവസ്ഥാ പ്രവചനം. ഓക്കെ, വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ പ്രവചനം വരുവാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എ ഫോർകാസ്റ്റിംഗ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് ഫേസിലേക്ക് കിടക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, അത് ഫോർകാസ്റ്റിംഗ് ആണ്. അങ്ങനെ കാറ്റടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പ്രദേശത്തെ ആളുകളെ എല്ലാം ഒഴിപ്പിക്കണം എന്നത് പ്ലാനിങ് ആണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആ പ്രെഡിക്ഷൻ മാത്രമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുക. അങ്ങനൊരു കാര്യം സംഭവിച്ചാൽ വാട്ട്സ് നെക്സ്റ്റ്, വാട്ട് വിൽ വി ഡു, നമ്മൾ എന്ത് ചെയ്യണം, അതിനെയാണ് ശരിക്കും പ്ലാനിങ് എന്ന് പറയുന്നത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അത് ഫോർകാസ്റ്റിംഗ്. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ഒരു കുട എടുത്ത് കൈ വെച്ചേക്കുക. അപ്പോൾ ആ കുട എടുത്ത് കൈ വെക്കുന്നത് പ്ലാനിങ് ആണ്. മനസ്സിലാവുന്നത്? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ പക്ഷേ നമ്മൾ പഠിക്കുന്നത് ഫോർകാസ്റ്റിംഗ് മാത്രമാണ്. ഡിമാൻഡ് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാം? വളരെ സിമ്പിൾ മീനിങ് ആണ്. ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എത്രയായിരിക്കാം എന്ന് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഡിമാൻഡ് എത്രയായിരിക്കും, അത് നമ്മളൊന്ന് മുൻകൂട്ടി കാണുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ മീനിങ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെൻറ്റൻസ് മാത്രം നോക്കിയാൽ മതി. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഡ്യൂറിങ് എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. ഇത്രയേ ഉള്ളൂ കേസ്. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഡ്യൂറിങ് എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. നോക്കൂ, നമ്മൾ എത്ര നാളത്തെ ഡിമാൻഡാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം അങ്ങനെയല്ലേ? മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നല്ല, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന പർട്ടിക്കുലർ ഡേറ്റിലല്ലേ. അല്ലാതെ പ്രത്യേകിച്ചൊരു ഡേറ്റും പറയാതെ വരുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ദിവസം മഴ പെയ്തില്ല, മൂന്നാമത്തെ ദിവസം മഴ പെയ്തില്ല, 10 ദിവസമായിട്ട് മഴ പെയ്തില്ല, 20 ദിവസമായിട്ട് മഴ പെയ്തില്ല. നമ്മളപ്പോഴേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചിട്ട് പറയും, നിങ്ങളല്ലോടോ പറഞ്ഞത് വരും ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന്. അപ്പോൾ അവരുടെ മറുപടിയാണ്, വരും ദിവസങ്ങളിലെന്നല്ലേ പറഞ്ഞത്, വരും, ആ ദിവസം വരും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, അതായത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നാളത്തേക്കുള്ളതല്ല.
അത് സ്പെസിഫൈ ചെയ്ത് പറയണം. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ, അല്ലെങ്കിൽ ഏത് പീരീഡിലേക്കുള്ള ഡിമാൻഡാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതെന്ന് പറയണം. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ ഒന്നും അല്ലാതെ നാളെ കാലത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം മഴ പെയ്തേക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാലാവസ്ഥാ പ്രവചകർ പറയുവാണ്, അവർ പറയുന്നത് എങ്ങനെയാണ്, വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മഴ പെയ്യുമായിരിക്കും. അങ്ങനല്ല നമുക്കറിയേണ്ടുന്നത്. ഏത് ഡേറ്റിൽ, ഏതൊക്കെ ഡേറ്റാണ് റെഡ് അലർട്ട്, അങ്ങനല്ലേ പ്രവചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് നിർബന്ധമാണ്. സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ് ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതായിട്ട് കാര്യമൊന്നുമില്ല. നമുക്കത് കൃത്യമായിട്ട് അറിയണം, ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെയുള്ള ഡിമാൻഡാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി ആൻ ആൻറ്റിസിപ്പേഷൻ അല്ലേ? നമ്മുടെ പ്രോഡക്റ്റിന് വരും നാളുകളിൽ എന്ത് ഡിമാൻഡുണ്ട്. വരും നാളുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞാൽ പോരാ, സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് 3 ലെവൽസായിട്ടാണ്. ഇത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ പ്രധാനമായിട്ടും 3 ലെവൽസിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇത് 3 ലെവൽ മാത്രം എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. മൈക്രോ ലെവൽ, ഇൻഡസ്ട്രി ലെവൽ, മാക്രോ ലെവൽ, ഇങ്ങനെ 3 ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. വളരെ എളുപ്പമാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ മൈക്രോ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റിന് എന്ത് ഡിമാൻഡ് ഉണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സിമൻറ്റ്, ഇപ്പോൾ റാംകോ സിമൻ്റ് ആണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. റാംകോ സിമൻറ്റ്സ് ആണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. ഞാനപ്പോൾ റാംകോ സിമൻറ്റ് എന്ന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു മൈക്രോ ലെവലാണ്. കാര്യം ഞാൻ എൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ബൈ ദ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം അവരുടെ മാത്രം പ്രോഡക്റ്റിന് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് മൈക്രോ ലെവൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ ലെവൽ ഫോർകാസ്റ്റിംഗ്. എന്നാൽ ചില ഇൻഡസ്ട്രിയൽ അസോസിയേഷനും ട്രേഡ് അസോസിയേഷനും ഒക്കെ ആ പറയുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റിന് മൊത്തത്തിൽ മാർക്കറ്റിൽ എന്ത് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് ചെക്ക് ചെയ്യുന്നു. ഒരു വിഷയം മനസ്സിലായി കാണത്തില്ല, ഞാൻ ഒരു കൂടെ പറഞ്ഞുതരാം. ഞാൻ ചെക്ക് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റായ റാംകോ സിമൻറ്റ് എന്ന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡാണ് ഞാൻ ഈ മൈക്രോ ലെവലിൽ ചെക്ക് ചെയ്തത്. എന്നാൽ സിമൻറ്റ് എന്ന പ്രോഡക്റ്റിന് നമ്മുടെ മാർക്കറ്റിൽ ഇനി എന്ത് ഡിമാൻഡ് ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്താൽ അതാണ് ഇൻഡസ്ട്രി ലെവൽ. നോക്കൂ, റാംകോ സിമൻറ്റ്സിൻ്റെ ഡിമാൻഡാണ് പരിശോധിക്കുന്നതെങ്കിൽ മൈക്രോ ലെവൽ, സിമൻറ്റിൻ്റെ ഡിമാൻഡാണ് പരിശോധിക്കുന്നതെങ്കിൽ ഇൻഡസ്ട്രി ലെവൽ. അപ്പോൾ ഈ സിമൻറ്റിൻ്റെ ഡിമാൻഡ് പരിശോധിക്കുന്നത് കമ്പനി ആവണമെന്നില്ല, അവരുടെ കോമൺ ട്രേഡ് അസോസിയേഷൻസൊക്കെ ആവാം. കാര്യം എല്ലാ കമ്പനികളെയും ബാധിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, സിമൻറ്റ് എന്ന പ്രോഡക്റ്റിന് ടോട്ടലായിട്ട് ഡിമാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ഓരോ കമ്പനികളും വല്ലാതെ ബുദ്ധിമുട്ടും. മനസ്സിലാവുന്നല്ലോ. പക്ഷേ തിരിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പം റാംകോ സിമൻറ്റ്സിന് ഡിമാൻഡ് ഇല്ല എന്ന് കരുതി സിമൻറ്റിന് ഡിമാൻഡ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? റാംകോ സിമൻറ്റ്സിന് ഡിമാൻഡ് ഇല്ല, അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ആരും സിമൻറ്റ് വാങ്ങുന്നില്ലെന്നല്ല. വേറെ ഒരുപാട് സിമൻറ്റുകളുണ്ട്. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ സിമൻറ്റിന് ഡിമാൻഡ് ഇല്ല. ഇന്ത്യ മൊത്തത്തിൽ സിമൻറ്റ് എന്ന പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ അത് റാംകോ സിമൻറ്റ്സിനെയും ശങ്കർ സിമൻറ്റ്സിനെയും ഡാൽമിയ സിമൻറ്റ്സിനെയും എല്ലാം ബാധിക്കും. അതിനാണ് അവർ ഇൻഡസ്ട്രി ലെവൽ ഫോർകാസ്റ്റിംഗ് നടത്തി നോക്കുന്നത്. നമ്മുടെ ഈ പ്രോഡക്റ്റിന് മൊത്തത്തിൽ ഡിമാൻഡ് ഉണ്ടോ. 3 മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ പറ്റിയല്ല, ടോട്ടലായിട്ട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഇൻഡസ്ട്രിയുടെയും ഔട്ട്പുട്ടിന് മൊത്തത്തിൽ എന്ത് ഡിമാൻഡുണ്ട്, ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അതിനകത്ത് സിമൻറ്റ് വരും, റൈസ് വരും, വീറ്റ് വരും, സോൾട്ട് വരും, ഗോൾഡ് വരും, വെജിറ്റബിൾസ് വരും, ഫ്രൂട്ട്സ് വരും. ഈ പ്രോഡക്റ്റ് മൊത്തത്തിൽ ആസ് എ ഹോൾ ഇന്ത്യ മൊത്തത്തിൽ ഇപ്പം പൊതുവേ ആളുകൾ എങ്ങനെയാണ് പർച്ചേസിങ് ബിഹേവിയർ, അവിടെ നമ്മൾ നാഷണൽ ഇൻകം, കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഓവറോൾ ഡിമാൻഡ് ഇതെല്ലാം പരിശോധിക്കും. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ് നോക്കുന്നത്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളുടെയും അവരുടെ എല്ലാ പർച്ചേസും കൂടെ. അതാണ് ഈ മാക്രോ. അവിടെ ഈ സിമൻറ്റിനെ പറ്റി മാത്രമൊന്നുമല്ല പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മൾ വാങ്ങുന്ന റൈസ്, സോൾട്ട്, ഷുഗർ, സിമൻറ്റ്, ഗോൾഡ്, വെജിറ്റബിൾസ്, ഡ്രസ്സ്, വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽസ്, മൊബൈൽസ്, എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഓവറോൾ ഒരു ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് മാക്രോ ലെവല്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമുക്ക് മൈക്രോ ലെവലുണ്ട്, ഇൻഡസ്ട്രി ലെവലുണ്ട്, മാക്രോ ലെവലുണ്ട്. മൈക്രോ ലെവൽ എന്ന് പറയുമ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മുടെ പ്രോഡക്റ്റ് മാത്രം.
എൻ്റെ ബിസിനസ്സിനകത്തുള്ള എൻ്റെ പ്രോഡക്റ്റ് മാത്രം. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് മൊത്തത്തിൽ മനസ്സിലായി കാണുമല്ലോ. റാംകോ സിമെൻസിനെ പറ്റി മാത്രം പഠിച്ചാൽ മൈക്രോ ലെവൽ, സിമെൻറ്റിനെ പറ്റി പഠിച്ചാൽ ഇൻഡസ്ട്രി ലെവൽ. ഇനി മാക്രോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നുമല്ല, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ ഡിമാൻഡ് എടുക്കുകയാണ്, അത് അഗ്രിഗേറ്റ് ആണ്. അതാണ് ഈ മാക്രോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വളരെ ഈസി ടോപ്പിക്കാണ്, കോമൺ സെൻസ് ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും പറയാവുന്ന ആൻസറേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയാൽ, മുൻകൂറായിട്ട് അറിയാൻ പറ്റിയാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇമ്പോർട്ടൻസ് എന്നോ നീഡെന്നോ പർപ്പസ് എന്നോ ഒബ്ജക്റ്റീവ് എന്നോ എന്തും പറയാം. ഈ ടോപ്പിക് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അഡ്വാൻറ്റേജ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നോ നീഡെന്നോ പർപ്പസ് എന്നോ ഒബ്ജക്റ്റീവ് എന്നോ അഡ്വാൻറ്റേജ് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. എന്തിനാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നത്? അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈസിയാണോ? ഒന്ന്, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ എന്ത് ഡിമാൻഡ് ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ അതനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തിയാൽ പോരെ. ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാം, ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ഡിമാൻഡ് ഇപ്പോൾ ഓണക്കാലമൊക്കെ ആകുമ്പോൾ കണ്ടിട്ടില്ലേ കടയിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഓണക്കാലത്ത് ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് കടകളിൽ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പൂവിൻ്റെ കേസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. കേരളത്തിൻ്റെ ഓണക്കാലം മുൻകൂട്ടി കണ്ടാണ് തമിഴ്നാട്ടിൽ പൂവ് കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ ഓണക്കാലത്ത് പൂവിന് ഡിമാൻഡ് ഉണ്ടാകും എന്നത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് തമിഴ്നാട്ടുകാർ അവിടെ പൂവ് കൃഷി, ഇവിടുത്തെ ഓണക്കാലത്തല്ലല്ലോ അവിടെ പൂ കൃഷി നടന്നത്, നേരത്തെ കൃഷി ചെയ്യണ്ടേ. സോ പ്രൊഡക്ഷൻ നേരത്തെ പ്ലാൻ ചെയ്യണം. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അല്ലല്ലോ വിത്ത് വിതയ്ക്കുന്നത്, തിരുവോണത്തിന് പൂവ് ഇവിടെ എത്തണം. തിരുവോണം ആകുമ്പോൾ കേരളത്തിൽ പൂവ് എത്തിക്കണമെങ്കിൽ അതനുസരിച്ച് അവർ പ്ലാൻ ചെയ്യണം. അതാണ് ഈ പ്രൊഡക്ഷൻ പ്ലാനിങ്. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതനുസരിച്ച് ഇപ്പം ഡിമാൻഡ് കുറയാണ് സാധ്യത. നോക്കൂ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ ഇനി കുറയാനാണ് സാധ്യതയെങ്കിൽ നമുക്കതനുസരിച്ച് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കുറയാൻ സാധ്യതയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെല്ലിംഗ് എഫേർട്ട് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ്, ഓവറോൾ കൺട്രോൾ. അതായത് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റഡ് ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിൽ കിട്ടുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന റവന്യൂ കിട്ടുമോ, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും ഡിമാൻഡ് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഹൈ ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു മെഷീനറി വാങ്ങേണ്ടി വരും. ഒന്ന് മനസ്സിലാക്കി വെച്ചോ, നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഡീഷണലി ഒരു ബിൽഡിംഗ് പണിയേണ്ടി വരും പ്രൊഡക്ഷന് വേണ്ടി, ചിലപ്പോൾ 2 മെഷീനറി വാങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ഇവിടെ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വേണോ? അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണോ? അതാണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഷീനറി വാങ്ങേണ്ടി വരും, ചിലപ്പോൾ വെഹിക്കിൾ അധികം വാങ്ങേണ്ടി വരും, ബിൽഡിംഗ് കെട്ടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വേണമെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. അതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നെക്സ്റ്റ്, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? ഉജാല എന്ന പ്രോഡക്റ്റിൻ്റെ ഇത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഉജാല സ്റ്റിഫാൻ ഷൈൻ ഇറക്കുന്നത്. അല്ല, ഉജാല എന്നതൊരു പരാജയപ്പെട്ട പ്രോജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉജാല സ്റ്റിഫാൻ ഷൈൻ നമ്മൾ വാങ്ങത്തില്ല. അതാണ് എക്സാമ്പിൾ. നമ്മുടെ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഇറക്കാം, തീർച്ചയായിട്ടും വിറ്റ് പോകും. മനസ്സിലാവുന്നില്ലേ? അപ്പം ഇപ്പോൾ MCR മുണ്ട്, MCRൻ്റെ മുണ്ടുകൾ ഇത്രയും ഫേമസ് ആയതുകൊണ്ടാണ് അവർ MCRൻ്റെ ഷർട്ടുകൾ പിന്നെ ഇറക്കി. അപ്പം ഫസ്റ്റ് ഇനീഷ്യലി അവരുടെ പ്രോഡക്റ്റ് നല്ല ഡിമാൻഡ് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മൾ ആദ്യം ഇറക്കിയ പ്രോഡക്റ്റ് തന്നെ ഇനി ഡിമാൻഡ് ഇല്ലെങ്കിലോ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഇറക്കണോ. അടുത്ത, ഇൻവെൻട്രി കൺട്രോൾ. ഈ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇൻവെൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽ ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. റോ മെറ്റീരിയൽ ആയാലും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും അത് ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല, അണ്ടർ സ്റ്റോക്കിങ്ങും പാടില്ല. ഒരുപാട് വാങ്ങി വെക്കാനും പാടില്ല, ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു ഒപ്റ്റിമം ലെവൽ കീപ്പ് ചെയ്യണമെന്നാണ് ഈ ഇൻവെൻട്രി കൺട്രോൾ പറയുന്നത്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. ബിസിനസ്സിൻ്റെ ഓവറോൾ ഗ്രോത്തും അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്യാൻ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കും. ദെൻ സ്റ്റെബിലിറ്റി, അതായത് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിലെ ഡിമാൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകും. നമുക്ക് കൃത്യമായിട്ട് എംപ്ലോയ്മെൻറ്റ് നടത്താൻ പറ്റും. അതായത് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ പറഞ്ഞു വിടണ്ട, മെഷീൻസ് ഒന്നും ഷട്ട് ഡൗൺ ചെയ്യണ്ട, മാനേജ്മെൻറ്റിൻ്റെ യാതൊരു തലവേദന ഉണ്ടാകത്തില്ല, നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും, കറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകും. ദെൻ എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്, ഇത് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കേസിലാണ്. പൊതുവേ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, ഓവറോൾ ഡിമാൻഡ് കുറവാണെന്ന് വിചാരിക്കുക. മാക്രോ
മാക്രോ ലെവൽ ഡിമാൻഡ് കുറവാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലെവലിൽ സിമൻറ്റിന് ഡിമാൻഡ് ഇല്ല, ആൾക്കാർ സിമൻറ്റ് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ മാക്രോ ലെവൽ പ്രശ്നമാണ്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോളിസിയിൽ ചേഞ്ച് വരുത്തി വല്ല ടാക്സ് എങ്ങാനും കുറച്ചോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കും. അതാണ് എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് 2 ടൈപ്പ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ഈ പീരീഡ് അനുസരിച്ചാണ്. ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തിനകത്തുള്ള ഡിമാൻഡാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നോട്ട് എക്സീഡിങ് 1 ഇയർ. നോട്ട് എക്സീഡിങ് 1 ഇയർ എന്നാണ്. ഒരു വർഷത്തിന് മുകളിൽ പോകുന്നില്ല. ഒരു വർഷത്തിനകത്തുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്താൽ അതാണ് നമ്മുടെ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ ഓണക്കാലത്തെ ഡിമാൻഡ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ വർഷത്തെ ഓണത്തിൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഷോർട്ട് ടേമാണ്. ഇപ്പോൾ അംബ്രല്ല അംബ്രല്ല മാനുഫാക്ചേഴ്സ് വരാനിരിക്കുന്ന മഴക്കാലമാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അടുത്ത മഴക്കാലം ഇപ്പോഴേ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യം, മോഡൽസൊക്കെ മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ അറിയാം, കുട നിർമ്മാണം നമ്മൾ വിചാരിക്കുന്ന കണക്ക് 5-6 വർഷത്തേക്കുള്ള അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാര്യം പിള്ളേരുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഒരു വർഷം വെള്ളം ചീറ്റുന്ന കുടയാണെങ്കിൽ അടുത്ത വർഷം വിസിൽ പോകുന്ന കുടയാണെങ്കിൽ, ഒരു വർഷം പറക്കുന്ന കുടയാണെങ്കിൽ ഒരു വർഷം തിരിയുന്ന കുട തന്നെ വരണം. അപ്പോൾ ഓരോ വർഷവും ഓരോ ടൈപ്പ് കുടകൾ ഇറക്കിയാണ് പിള്ളേരെ പറ്റിക്കുന്നത്. അപ്പം ഈ വരാൻ പോകുന്ന മഴക്കാലം തൊട്ടടുത്ത ജൂൺ മാത്രമേ അവർ മനസ്സിൽ കാണത്തുള്ളൂ. അതിനേക്കാണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഈ വർഷം അവർ തിരിച്ചു മടക്കുന്നതാണെങ്കിൽ അടുത്ത വർഷം അവർ തിരിക്കാതെ മടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. 4 ഫോൾഡ്, ഒരു ദിവസം 8 ഫോൾഡ്, അങ്ങനെ. ഈ കുടയ്ക്കകത്ത് സൂപ്പർമാൻ ഉണ്ട്, അതിനകത്ത് സ്പൈഡർമാൻ ഉണ്ട്. ഓരോ വർഷവും ഓരോ ടൈപ്പ് കാര്യം കൊണ്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങേ ഉള്ളൂ. അടുത്ത മഴക്കാലം അവരെ മനസ്സിലില്ല, വരാൻ പോകുന്ന മഴക്കാലം മാത്രമേ ഉള്ളൂ. അതാണ് ഷോർട്ട് ടൈം. ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ കുട പോലെയൊന്നും അല്ല. ഇപ്പോൾ നമ്മളൊരു കാർ ഇറക്കുവാണ്, കാർ ഒരു കാറിൻ്റെ ഒരു മോഡൽ ഇറക്കുന്നത് ഒരു ഓണക്കാലം മുൻകൂട്ടി കണ്ടിട്ടൊന്നും അല്ല. അവർക്കതൊരു 5-6 വർഷത്തേക്ക് വിൽക്കണം. ഇപ്പോൾ ഒരു പുതിയ മോഡൽ, ഇപ്പോൾ കിയ ഇറങ്ങുന്നു, അല്ലെങ്കിൽ മാരുതി തന്നെ പല മോഡൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഒരു പുതിയ മോഡൽ ഇറക്കുന്നു. അപ്പോൾ അങ്ങനെ പുതിയ മോഡൽ ഇറക്കുന്നത് അടുത്ത 1 മാസത്തേക്ക് വിൽക്കാനല്ല, അവർക്കത് ഒരുപാട് നാൾ വിൽക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 10 വർഷത്തേക്കെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കും. അതാണ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു മൊബൈൽ ഇറക്കുന്നു, ഒരു പുതിയ മൊബൈൽ ഫോണിൻ്റെ മോഡൽ ഇറക്കുവാണ്, അവർക്കത് ഈ ഒരു ഓണക്കാലത്ത് വിറ്റ് തീർക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു 5-6 വർഷത്തേക്കെങ്കിലും ആ മൊബൈൽ ഫോൺ വിറ്റ് പോകണം. അങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തിനു വേണ്ടിയൊക്കെ ആയിരിക്കും? വീണ്ടും നീഡ്, പർപ്പസ്, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നോക്കൂ, വളരെ കുറഞ്ഞ കാലാവധി, ഒരു വർഷത്തിനകത്തുള്ള ഡിമാൻഡേ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഒരു വർഷത്തിനകത്തുള്ള ഡിമാൻഡ് അറിഞ്ഞാൽ മതി. അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ പോളിസി. നമുക്കിപ്പോൾ ഓണക്കാലം മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിൽ ഓണക്കാലത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഉപയോഗിക്കാം. ദെൻ സെയിൽസ് പോളിസി. സെയിൽസ് പോളിസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഓഫർ, ഗ്യാരണ്ടി, വാറണ്ടി, ഡിസ്കൗണ്ട്, സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ബഹളമാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അത്രയും ഡിമാൻഡ് ഉള്ളത് പിടിച്ചു നിർത്താനാണ്. സോ നമ്മുടെ സെയിൽസ് പോളിസിയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസും എങ്ങനെയാണെന്ന് തീരുമാനിക്കാം. ഓണക്കാലത്ത് പൊതുവേ എല്ലാവരും പറയുന്നത് സാധനത്തിന് വില കുറയുമെന്നാണ്. സത്യത്തിൽ തെറ്റാണ്. ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾക്ക് വില കൂട്ടി വിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും, ആര് പറഞ്ഞു നമ്മൾ ഓണക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്? എടോ, ഓണക്കാലത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാധനത്തിന് വില കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓണക്കാലം കഴിയുമ്പോൾ നമ്മുടെ പിന്നെ വലിയ പൈസ കാണത്തില്ല. ബോണസും ഫെസ്റ്റിവൽ അലവൻസും ഒക്കെ ആയിട്ട് ഓണക്കാലം എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ആൾക്കാരുടെ കയ്യിൽ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലിരിക്കുന്ന തുക, എമൗണ്ട് വലുതാവുന്നത് കൊണ്ട് പല പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യുവാണ്. ആക്ച്വലി വളരെ വില കൂടുതലാണ്. ഓണക്കാലം കഴിഞ്ഞതിന് ശേഷം ആ വിലയ്ക്ക് നിങ്ങൾ വാങ്ങത്തില്ല. ഇത് ബിസിനസ്സുകാർക്ക് നന്നായിട്ടറിയാം. എക്കോണമിയിലോട്ട് നന്നായിട്ട് പണം ഇറങ്ങും. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ചിട്ടല്ല, നമ്മുടെ കണ്ണിൽ വേറെ രീതിയിലാണ് അവർ പൊടിയിടുന്നത്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണ് സ്ക്രാച്ച് ആൻഡ് വിൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുവാണ്, ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം. അപ്പോൾ ആ സെയിൽസ് പോളിസി പ്ലാൻ ചെയ്യാം. ദെൻ റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും നമുക്കൊരു ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി, അതനുസരിച്ച് മെഷീൻ പ്രവർത്തിപ്പിച്ചാൽ മതി, അതനുസരിച്ച് ബിൽഡിംഗ് പണിഞ്ഞാൽ മതി, അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഓവറോൾ കോസ്റ്റ് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആവശ്യത്തിന് മാത്രമേ വാങ്ങി വെക്കുന്നുള്ളൂ. ഓക്കെ, പിന്നീട് ഷോർട്ട് ടൈമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഫിക്സേഷൻ ഓഫ് സെയിൽസ് ടാർഗറ്റ്. ഈ ഓണക്കാലത്തൊക്കെ കമ്പനികൾ സെയിൽസ് ടാർഗറ്റ് ഇടും. അപ്പോൾ അവരൊരു ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് സെയിൽസ്മാനോട് പറയും, 100 TV വിൽക്കാൻ സാധ്യത ഉള്ളതാണ്, നിങ്ങളൊരു 90 എണ്ണമെങ്കിലും വിറ്റിരിക്കണം.
അവരോട് അങ്ങനെ പറയും. ഇപ്പം മുതലാളി പറയുവാണ് ഓണക്കാലത്ത് ഒരു 100 TV എങ്കിലും വിൽക്കാൻ പറ്റുമെന്നാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ മനസ്സിലായത്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. TV മുതലാളി പറയുന്നത് ഇങ്ങനെയാണ്, ഓണക്കാലത്ത് ഒരു 100 TV എങ്കിലും വിൽക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ മനസ്സിലായത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 90 എണ്ണമെങ്കിലും വിൽക്കണം. അങ്ങനെ സെയിൽസ് ടാർഗറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഫിനാൻസിൻ്റെ സ്റ്റഡി ഫ്ലോ ഉറപ്പുവരുത്തണം. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഫണ്ട് റൈസ് ചെയ്യണം. ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ എൻഷുറിങ് സ്റ്റഡി ഫ്ലോ ഓഫ് ഫിനാൻസ്, സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്ത് ഡിമാൻഡും എല്ലാം ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് പണം ഇറക്കി കൊടുക്കണം. ഈ ഓണക്കാലത്ത് കച്ചവടം നടത്തുമ്പം നമ്മൾ ആദ്യം സാധനം വാങ്ങി വെച്ചിട്ടല്ലേ വിൽക്കുന്നത്. അപ്പോൾ ആ സാധനം വാങ്ങി വെക്കാനുള്ള പൈസ ഒപ്പിക്കണം. ദെൻ നൗ മൂവിങ് ടു ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ ലോങ് ടേം ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഒരു കാറ് ഒരു മാനുഫാക്ചറർ ഇങ്ങനെ ഇറക്കുവാണ്, ഒരു പുതിയ കാറ്. ഇവർ ഈ ഓണക്കാലത്ത് വിൽക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും ഓണം കഴിഞ്ഞാൽ എന്താ കാർ അങ്ങ് നിർത്തൂ. അവർക്കൊരു 5-6 വർഷത്തേക്കെങ്കിലും ഈ കാറ് വിറ്റ് പോണ്ടേ. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? കുറച്ചുകൂടി വലിയ കാര്യങ്ങളാണ്. പുതിയ ഒരു പ്ലാന്റ് വേണോ, പുതിയ ഒരു യൂണിറ്റ് തുടങ്ങണോ, പുതിയ മെഷീനറി വാങ്ങണോ, പുതിയ ബിൽഡിങ് പണിയണോ, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇപ്പോഴത്തെ മെഷീനറി പോരാ, ഈ ബിൽഡിങ് പോരാ, ഈ മാനുഫാക്ചറിങ് പ്ലാന്റ് പോരാ. അപ്പം നമുക്ക് പുതിയൊരു യൂണിറ്റ് ഇടേണ്ടി വരും, പുതിയ ബ്രാഞ്ച് തുടങ്ങേണ്ടി വരും. അങ്ങനത്തെ വലിയ വലിയ ഡിസിഷൻസ് എടുക്കാനാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഇപ്പം ഒരു ഓണക്കാലമാണെന്ന് കരുതി ആരും പുതിയ ബ്രാഞ്ച് തുടങ്ങത്തില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഓണക്കാലത്തെ കച്ചവടത്തിന് വേണ്ടി ആരും പുതിയ ബ്രാഞ്ച് ഇടത്തില്ല. നമ്മളൊരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? ലോങ് ടേമിലേക്ക് നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ്. ഇപ്പോൾ ജോയ് ആലൂക്കാസ് അല്ലെങ്കിൽ കല്യാൺ ജുവലേഴ്സൊക്കെ പല പല പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത് ഇനി ഒരുപാട് നാളത്തേക്ക് അവർക്ക് ബിസിനസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഒരു ഓണക്കാലം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരാരും പുതിയ ബ്രാഞ്ച് തുടങ്ങത്തില്ല. അപ്പോൾ ലോങ് ടേമിനകത്താണ് ഈ പുതിയ യൂണിറ്റൊക്കെ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ എവിടെ നിന്ന് ലോൺ എടുക്കണം, നമ്മുടെ സോഴ്സ് മാറ്റണോ, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, എത്ര കോടി രൂപ ഇനി പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്. നെക്സ്റ്റ്, മാൻ പവർ പ്ലാനിങ്. പുതിയ എത്ര പേരെയൊക്കെ ഇനി അപ്പോയിൻറ്റ് ചെയ്യണം പെർമനൻറ്റ് സ്റ്റാഫായിട്ട്, എത്ര പേരെ നമുക്ക് പ്രൊമോഷൻ കൊടുക്കണം, എത്ര പേർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഒരു ഓണക്കാലം വരുമ്പോഴത്തേക്ക് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കുറേ സെയിൽസ്മാൻമാർ അധികം വരും. പക്ഷേ അവരൊക്കെ ടെമ്പററിയാണ്, അവരൊക്കെ ആ 10 ദിവസത്തേക്ക് വേണ്ടി മാത്രം വരുന്നവരാണ്. ലോങ് ടേമിൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 2-3 പെർമനൻറ്റ് സ്റ്റാഫിനെ എടുക്കാം. അപ്പോൾ അതാണ് ഈ മാൻ പവർ പ്ലാനിങ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ, ഒരു ഓണക്കാലം മാത്രം മുൻകൂട്ടി കണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു 5-6 വർഷത്തെ ഡിമാൻഡ് മുൻകൂട്ടി കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും ഒരു കാർ മാനുഫാക്ചറും. ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിച്ച് ഒരു ഓണക്കാലത്തെ ഡിമാൻഡ് മുൻകൂട്ടി കണ്ടാണ് കുറേ സ്റ്റോക്ക് എടുത്ത് വയ്ക്കും, 10-12 സെയിൽസ്മാൻമാരെ അപ്പോയിൻറ്റ് ചെയ്ത് വയ്ക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. അതൊക്കെ ആ ഒരു ഡിമാൻഡ് മാത്രം മുൻകൂട്ടി കണ്ടാണ്. എന്നാൽ ഒരു കാറ് മാനുഫാക്ചർ ഒരു കാറ് പുറത്തോട്ട് ഇറക്കുന്നത്, മാർക്കറ്റിൽ ഇറക്കുന്നത് ഒരു 5-6 വർഷത്തെ ഡിമാൻഡ് മുൻകൂട്ടി കണ്ട. അപ്പോൾ അവർ അതനുസരിച്ചായിരിക്കും അതിൻ്റെ പ്ലാനിങ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്.